Amrithveni Live with Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. ദേവസംഗീതം നീയല്ലേ ദേവി വരൂ വരൂ തേങ്ങുമീ കാറ്റ് നീയല്ലേ തഴുകാം ഞാനാരോ ദേവസംഗീതം നീയല്ലേ നുകരാം ഞാനാരോ ആരുമില്ലാത്ത ജന്മങ്ങൾ തീരുമോ ദാഹമീ മണ്ണിൽ നിന്നോർമ്മയിൽ ഞാനേകനായി നിന്നോർമ്മയിൽ ഞാനേകനായി തേങ്ങുമീ കാറ്റ് നീയല്ലേ തഴുകാം ഞാനാരോ ദേവസംഗീതം നീയല്ലേ നുകരാം ഞാനാരോ ചിലും സ്വരനോപുരം ദൂരെ ശിഞ്ചിതം പൊഴിയുമ്പോൾ പൂതിരുമേ മിഴിനീരിലൻ പ്രാണവിരഹവും മലിയുന്നു തേങ്ങുമീ കാറ്റ് നീയല്ലേ തഴുകാം ഞാനാരോ
കഥ കേൾക്കാൻ തടവിലായതെന്തേ ജീവദാഹമധു തേടി വീണുടഞ്ഞതെന്തേ സ്നേഹമെന്ന കനി തേടി നോവു തിന്നതെന്തേ ഒരേ രാഗം ഒരേ താളം പ്രിയനീ വരൂ വരൂ തേങ്ങുമീ കാറ്റ് നീയല്ലേ തഴുകാം ഞാനാരോ ആരുമില്ലാത്ത ജന്മങ്ങൾ നിന്നോർമ്മയിൽ ഞാനേകനായി നിന്നോർമ്മയിൽ ഞാനേകനായി തേങ്ങുമീ കാറ്റ് നീയല്ലേ നുകരാൻ ഞാനാരോ ദേവസംഗീതം നീയല്ലേ നുകരാൻ ഞാനാരോ Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. തേജസ് എന്തോ മുത്തേ പിന്നെ വന്നല്ലോ പോയില്ലേ ഇവിടുന്ന് അത് 2 വരിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതില്. സൂപ്പർ അടിപൊളിയായിരുന്നു. തേജസ് എങ്ങനെയുണ്ടായി? നന്നായിരുന്നു. ആണോ? എന്ത് വൈകിയുടെ കൂടെ പാടിയതോ? നല്ല പാട്ട് നല്ല പാട്ട് നല്ല പാട്ട് അതുകൊണ്ട് നല്ല നടക്കുന്ന അതേ പേസിൽ അവൻ പറയുന്നത്. എങ്ങനെയുണ്ടായി ഈ ഒരു ജൂനിയർ വേഴ്സസ് സീനിയർ റൗണ്ട്? കൊള്ളായിരുന്നു. എന്നാലും ഫസ്റ്റ് റണ്ണറപ്പ് അല്ലേ കൂടെ പാടാൻ പോകുന്നു അറിഞ്ഞപ്പോ ടെൻഷൻ ആയി. ഇല്ലല്ല അപ്പൊ വിചാരിച്ചു ഞാൻ ഭയങ്കര ടഫാണെന്ന്, പക്ഷെ കണ്ടോ മനസ്സിലായി തറയാ. അല്ലേ ഇവളുടെ ഈ ടഫ് പരിപാടിയൊക്കെ പാടാ പിള്ളേരുടെ കൂടെ നടക്കുക. അത് നടക്കുവായിരുന്നു. ഈ വൈഗ ഭയങ്കര നന്നായി വന്ന് പാടി നല്ല സുന്ദരി കുട്ടി. MG സാറ് വന്നപ്പോഴാണ് അറിഞ്ഞത് മോഷ്ടാവാണെന്നൊക്കെ. അതാ അയ്യോ സാറേ സാറ് വന്ന് ഇമേജ് കളഞ്ഞു. അല്ല കാവാലം നാരായണ പണിക്കർ സാർ എഴുതിയ പാട്ടിനെ പോലെയാണ്. വെറും ഒരു മോഷ്ടാവായവരെന്നെ കള്ളനെന്ന് വിളിച്ചു. അല്ലേ? അപ്പം മുട്ടായി മോട്ടിച്ചതോ? മുട്ടായി മോട്ടിച്ചെങ്കിലേ അത് നുണഞ്ഞ് തിന്നാനായിരുന്നല്ലോ. നുണഞ്ഞ് തിന്നാൻ അല്ലേ? അതൊക്കെ ഒരു രസത്തിനല്ലേ? ഭരണിയോടെ. അതെ. വൈഗ എങ്ങനെയുണ്ടായി തേജസിന്റെ കൂടെ ഉള്ള പ്രാക്ടീസ്? നല്ലതായിരുന്നു. ഇത് പേരെന്താന്ന് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇല്ല പാവോ. തേജസ് ചേട്ടന്റെ അമ്മ പറഞ്ഞ് തേജസ് ഒന്നും സ്റ്റേജിൽ കയറി സംസാരിക്കത്തില്ല, മോൻ വേണം കുത്തി കുത്തി എന്തെങ്കിലും ഒക്കെ പറയിപ്പിക്കാൻ. അവനെങ്ങനെ കുത്തി പറയുന്നത് ഇഷ്ടമല്ല. അതാണ് ഞാൻ ഒന്നും മിണ്ടിയില്ല, പക്ഷെ എന്നാലും പറയത്തില്ല. പാവമാണെന്ന്. ഇവനോ? അല്ലല്ല അവൻ ഒട്ടും പാവമല്ല. അതുപോലെ തേജസ് നീ വിചാരിക്കുന്നപ്പോൾ ഇവിടെ അത്ര ഡീസന്റും അല്ല. ഒരു മൊത്തത്തിൽ ഒരു മറക്കൊടയുണ്ട് ഇവിടെ. നല്ല ഡിബേറ്റ്. ഓക്കെ ചോദിക്കാം. ഷാനിക്ക ഉഗ്രൻ സോങ് സെലക്ഷൻ ആണ്. അതിന്റെ ഓർക്കസ്ട്രേഷൻ എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങൾ മുന്നേ ഇറങ്ങിയ ഒരു സിനിമയാണ്. അതിന്റെ ആ ഒരു സ്ട്രിങ് സെക്ഷൻ, അതിന്റെ ഒരു ഹോൺസിന്റെ ട്രീറ്റ്മെന്റ് ഇതൊക്കെ പറയുന്നത് അന്യായമാണ്. അത് രാജാസറിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു രക്ഷയില്ലാത്ത ഒരു അറേഞ്ച്മെന്റ് ആണ് അദ്ദേഹം ഈ ഒരു പാട്ടിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് ഗുരു എന്ന് പറഞ്ഞ സിനിമ ഇപ്പോഴത്തെ കാലത്ത് പോലും റെലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂവിനെ എടുത്തിട്ട് ചെയ്ത ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമ. അതായത് എല്ലാവരും വേറൊരു വേൾഡിലേക്ക് കൊണ്ടുപോയി. അതിന് ധൈര്യം വേണം. കാരണം അത് ഈസി അല്ല. അത് പിന്നെ ആ ഒരു കോൺസെപ്റ്റ് ഒരു പ്രൊഡ്യൂസർ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ എളുപ്പമല്ല. കാരണം അന്ധരായിട്ടുള്ള ഒരുപാട് പേര്, ഇലാമപ്പഴം എന്ന് പറഞ്ഞൊരു പഴം കിട്ടുന്നു. അതൊന്നും ഒരു പ്രൊഡ്യൂസറെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുക എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ആ ഡയറക്ടർക്കും അതിനേക്കാളും വലിയ കയ്യടി അതിൻ്റെ പ്രൊഡ്യൂസർക്കും അങ്ങനെ ഒരു സിനിമ നമുക്ക് തന്നതിന്. പിന്നെ ഓഫ് കോഴ്സ് രാജാസറിൻ്റെ മ്യൂസിക് ഒന്നും പറയാനില്ല. ഈ പാട്ടിൻ്റെ ഓർക്കസ്ട്രേഷൻ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കലക്കിയാട്ടോ.
നിങ്ങൾ ശരിക്കും ഒരു എന്താ പറയുക ഒരു 30-40 പീസ് ബാൻഡിന്റെ ഒരു സംഭവമാണ് നിങ്ങൾ കുറച്ച് പേര് കൂടി ഇരുന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണി ഉണ്ടായിരുന്നു. അത് സമ്മതിക്കണം, ഒന്നും പറയാനില്ല കാര്യത്തിൽ. തേജസ് നന്നായിട്ട് തന്നെ പാടി. അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ സെമിയിൽ കാണാൻ പാടില്ലാത്ത കുറച്ച് പ്രശ്നങ്ങൾ. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയാം തേജസിന്റെ ബേസ് റേഞ്ച് ഭയങ്കര സ്ട്രോങ് ആണ്. അത് അടിപൊളിയാണ് തേജസ്. അത് എല്ലാവർക്കും അങ്ങനെ എളുപ്പം കിട്ടുന്ന ഒരു കാര്യമല്ല അത്. കാരണം നമ്മളെപ്പോഴും എല്ലാവരോടും പറയാറുണ്ട് ബേസ് റേഞ്ച് പോകുമ്പോൾ അവിടെ വീക്കായി ഒന്നും കേൾക്കുന്നില്ല എന്നൊക്കെ. പക്ഷെ തേജസിന്റെ ബേസ് റേഞ്ച് അടിപൊളിയാണ്. അത്രേ ഉള്ളൂ, വേറെ കൂടുതലൊന്നും പറയുന്നത്. വൈക നീ പൊളിച്ചടി, ഭയങ്കര രസമാണ് ആസ് യൂഷ്വൽ. വൈക വന്ന് പൊളിച്ചിട്ടങ്ങ് പോയി. ഇത് ഉഗ്രൻ റൗണ്ട് കേട്ടോ. ഈ റൗണ്ടിന് വലിയൊരു കൈയടി നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. കാരണം ഒന്ന് നമുക്ക് പരിചയമുള്ള മുഖങ്ങൾ നമുക്ക് വീണ്ടും ഈ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അത് കൂടാതെ ഒരു പുതിയൊരു വോയിസും കൂടെ, നമ്മളെപ്പോഴും കേൾക്കുന്ന വോയിസ് അല്ലാതെ മറ്റൊരു വോയിസും കൂടെ ഈ സ്റ്റേജിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റും. അല്ല ഷാനിക്ക, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമല്ലോ, എപ്പോഴും ചോദിക്കും എപ്പോഴാ ജൂനിയർ വേഴ്സസ് സീനിയർ വെക്കുന്നത്, അങ്ങനെ റൗണ്ട് ഉണ്ടോ ഞങ്ങള് സതീശങ്ങളോട് കുറെ പറഞ്ഞു. അതിവിടെ വരാൻ വേണ്ടിട്ടാ. ശല്യം സഹിക്കാൻ വയ്യാതെ സതീഷ് ഈ റൗണ്ട് വെച്ച് നിങ്ങൾ സതീഷ് ഭായിനെ മണി അടിച്ചിട്ടുണ്ടാക്കിയ ഒരു റൗണ്ടാണ് ഇതല്ലേ. എപ്പോ എന്നാലും എല്ലാ നിങ്ങളും ചോദിക്കും എപ്പോഴാ ജൂനിയർ വേഴ്സസ് സീനിയർ വെക്കുന്നുണ്ടോ. വൈക നന്നായി, എന്തായാലും അടിപൊളി കേട്ടോ. നല്ലൊരു ട്രീറ്റ് ആയിരുന്നു. രാജാ സർ ഒന്ന് പറയാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ശരത് സർ. വൈകേ ഞാൻ പറഞ്ഞ പോലെ വൈക ഒന്ന് പൊളിച്ചു. നീ ആര് JCB ഒന്ന് പൊളിക്കാൻ? അല്ല പോരെ ഉഗ്ര സെലക്ഷൻ അടാ. ചാനലാണോ? ചാനൽ തന്നെ വണ്ടർഫുൾ കോമ്പസിഷൻ. ഇതിൻ്റെയൊക്കെ എന്താ പറയണ്ടേ, ഈ ഒരു ഓർക്കസ്ട്രേഷൻ്റെ ഒക്കെ ഒരു ഡെപ്ത് മനസ്സിലാകണമെങ്കിൽ തന്നെ ഒരു ജന്മം വേണ്ടി വരും. കാര്യം അദ്ദേഹത്തിനെ പറ്റത്തുള്ളൂ. നമ്മളിനി രാജാ സാറിനെ പറ്റി ഒന്നും പറയാനില്ല. ഞാൻ സാറിൻ്റെ അടുത്ത് തന്നെ പോയി പറയാം, സാർ ഉങ്ങളെ പറ്റി ചൊല്ലി ബോറടിച്ചത് സാർ. മോനെ നന്നായിട്ട് പാടിയതാണ്, ബ്യൂട്ടിഫുള്ളായിട്ട് പാടി. എനിക്ക് അതിൽ ഒരു സംശയമില്ല, വളരെ മനോഹരമായിട്ട് പാടി. പിന്നെ അല്ലറച്ചില്ല അതൊക്കെ നോക്കണം, ബെൻഡൊക്കെ കുറേയും കൂടെ നന്നാക്കാം, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഷാൻ പറഞ്ഞ പോലെ ആ ലോ രജിസ്റ്റർ നല്ല സുഖമാണ് ഇതിൻ്റെ കേട്ടോ. അതുപോലെ നമ്മുടെ മുകളിൽ പാടുമ്പോൾ ആ സുഖം കൊണ്ടുവരിക. മുകളിൽ നീ വരൂ അങ്ങനല്ല, അവിടെയും അതേ സുഖം കൊണ്ടുവരിക കേട്ടോ. നിങ്ങളെ കൊണ്ട് പറ്റും. പിന്നെ എനിക്ക് ഈ പാട്ടുമായിട്ടുള്ള ഒരു കണക്ട്, എൻ്റെ അമ്മ മരിക്കാറായ ആ ഒരു പീരീഡിൽ മുഴുവൻ എൻ്റെ അടുത്ത് പാടാൻ പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് ഇതാണ്. ഞാൻ അമ്മയ്ക്ക് വേണ്ടി എത്ര തവണ പാടിയിട്ടുണ്ടെന്ന് അറിയാം. അമ്മ വരുമ്പോഴേ മോനെ ദേവസംഗീതമാണ്, അമ്മ കണ്ണുപോലും തുറക്കാൻ പറ്റത്തില്ല. ഞാനിത് അടുത്തിരുന്ന് പാടും എത്ര തവണ പാടി ആ അമ്മയുടെ കയ്യിലൊരു വീക്കം വന്നിട്ട് അത് കൊണ്ടുപോയി അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയി നോക്കി എൻ്റെ അമ്മയുടെ കയ്യിൽ അതേ തടിപ്പുണ്ട്. ഞാൻ ഡോക്ടറെ അടുത്ത് ഡോക്ടർ ഇത് മാറിയിട്ടില്ലല്ലോ എന്നിട്ട് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അതാ ഞാൻ നോക്കുന്നത്. പിന്നെ അമ്മ അങ്ങനെ ഒരു ഡോക്ടറിനെ അവിടെ നിന്നിട്ട് കാര്യമുണ്ടോ, നേരെ അമ്മയെ വീട്ടിൽ കൊണ്ടുപോയി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഞാനും എൻ്റെ ബ്രദറും ഞങ്ങളിങ്ങനെ ആലോചിച്ച് എവിടെ കൊണ്ടുപോകും, അമ്മ ഇനി അടുത്ത് എവിടെയാണ് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയെങ്കിലും അമ്മയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ തൊട്ട് അടുത്തൊരു അമ്മയെ നോക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, അവളടുത്ത് നിന്നിട്ട് അണ്ണാ എന്ന് പറഞ്ഞിട്ട് അമ്മ കൈയെല്ലാം തണുത്ത് എന്ന് പറഞ്ഞു. പോയി പിടിച്ചപ്പം അമ്മ പോയി. അപ്പോൾ അമ്മ ഇനി നമ്മളായിട്ട് വലയ്ക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പോയതായിരിക്കും. അപ്പോൾ എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് തേങ്ങുമീ കാറ്റ് നീയല്ലേ തഴുകാം ഞാനാരോ, ദേവസംഗീതം നീയല്ലേ കോണ്ടറൊക്കെ പോവും. ആരുമില്ലാത്ത ജന്മങ്ങൾ കാര്യം ഈ ഒരു പാട്ട് പാടി എനിക്കത് നീ പാടുമ്പോഴൊക്കെ എനിക്ക് അമ്മയായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഓരോരുത്തർ ഇല്ലാതാകുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു വിഷമം മനസ്സിലാകത്തുള്ളൂ. പോട്ടെ. ആ സമയത്ത് ബാലുവണ്ണം വിളിച്ചിട്ട് എനിക്കൊന്നും പറയാൻ വയ്യ. എനിക്ക് കാര്യം എൻ്റെ ശക്തി അമ്മയായിരുന്നു. അതിനുശേഷമായിരുന്നു അച്ഛനൊരു ഭയങ്കര സ്നേഹമുള്ള മനുഷ്യനാണ്. പക്ഷേ എങ്കിലും അമ്മയാണ് ഒരു പണവട തൂക്കം മുന്നിലുള്ളത്. ബാലുവണ്ണം വിളിച്ചിട്ട് ഇങ്ങനെ കേൾവിപ്പെട്ട ശരത്ത് കവലപ്പെടാതെ
എനക്കും അവങ്ക അമ്മാടാ, എന്നോട് അമ്മ അതാ പറഞ്ഞിട്ട് അദ്ദേഹം കുറേ സംസാരിച്ച് അതെന്നെ കുറേ കൂളാക്കി. ഒരു നമ്മൾ ശരിയാണല്ലോ ഇത്, അതൊന്ന് അക്സെപ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു ഇത് വന്ന് SPB എന്നുള്ള ആ മഹത് വ്യക്തി എൻ്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം മാത്രമാണ്. കാര്യം അത്രയ്ക്കൊരു മഹാനായ മനുഷ്യൻ. ഞാൻ രാജാ സാറിൻ്റെ അടുത്തും പറഞ്ഞു, എൻ്റെ അമ്മ ആ സമയത്ത് വിളിച്ച് പറഞ്ഞായിരുന്നു, അല്ല ഞാൻ പറഞ്ഞു അമ്മ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഈ ഒരു പാട്ട്. രാജാ സാർ അങ്ങനെയുള്ള ഒന്നിനും സാർ ഇങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ അല്ല, ഒന്നും മനസ്സിലേക്ക് എടുക്കത്തില്ല സാർ. സാറിന് ഈവൻ മകൾ മരിച്ചിട്ട് പോലും അദ്ദേഹം കൂളായിട്ടിരുന്നു. നെഞ്ചത്തടിച്ച് കരയുന്നതിൽ ഒരു അർത്ഥമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അദ്ദേഹം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഭാരതിരാജ സാറ്, ഭാഗ്യരാജ സാർ ഒക്കെ പോയി. അദ്ദേഹത്തിൻ്റെ മകൾ ഭവതാരണി എന്നാലും ഒന്നും കരഞ്ഞിട്ടില്ല അദ്ദേഹം. മനസ്സിൽ വിഷമം ഉണ്ടാകും, പക്ഷെ അതൊക്കെ ചില സത്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തില്ല. ഇപ്പം ഞാനിവിടെ നിന്ന് കരഞ്ഞു പോയത് ഞാൻ മണ്ടനായിട്ടാണ്. ഇപ്പം ഇനി ഇവിടെ നിന്ന് കരഞ്ഞിട്ട് അമ്മ തിരിച്ചു വരും ഒന്നുമില്ല. എന്നാലും അത് നമുക്ക് അടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് വല്ലാണ്ടായി പോകുന്നത്. അപ്പോൾ അത് സാറിൻ്റെ അടുത്ത് പറഞ്ഞു. സാർ ഒരു കുറച്ച് നേരം സാറും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഒരാത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞത് കൊണ്ടുമാണ്. അപ്പോൾ ഈ ഒരു പാട്ട് നീ പാടിയപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ കാണുകയായിരുന്നില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ലവ് യു സർ. ലവ് യു ടു. MG സർ. തേക്കുട്ടാ, ഈ പാട്ടിൻ്റെ ഒരു മാസ്മരിക ശക്തി ഇപ്പോൾ കണ്ടല്ലോ. കാരണം പലർക്കും പല രീതിയിലാണ് ഈ പാട്ട് അവരെ അഫക്റ്റ് ചെയ്യുന്നത്. ബ്യൂട്ടിഫുൾ സെലക്ഷൻ. ഇതിൻ്റെ ഡയറക്ടർ എൻ്റെ അടുത്ത ഫ്രണ്ടാണ്, എൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു അദ്ദേഹം, രാജീവ് അഞ്ചൽ. അപ്പോൾ അദ്ദേഹം ഈ തോട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ചേട്ടൻ പറഞ്ഞു, എടാ ഇത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ എന്ന് പറഞ്ഞപ്പം രാജീവ് അഞ്ചൽ പറഞ്ഞു, ചേട്ടാ എൻ്റെ ഗുരു ശാന്തഗിരിയിലുള്ള ഗുരു കരുണാകര ഗുരു പറഞ്ഞു, എടുത്തോളൂ, ഇത് നല്ലൊരു പടമായി തീരും, ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു പടമായി തീരും എന്ന് പറഞ്ഞ് അവർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത്. അല്ലെങ്കിൽ ഈ നേരത്തെ ഷാൻ പറഞ്ഞ പോലെ ഇങ്ങനൊരു പടം ഉണ്ടാകണമെന്നില്ല, ഇതാ തിയേറ്ററിൽ ലൈവായിട്ടൊന്ന് കേൾക്കണം. അതിനൊരു ഭാഗ്യം കിട്ടിയവനാണ് ഞാൻ. കാരണം വേറൊന്നുമല്ല, അതൊരു ദാറ്റ് ഫീൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തായാലും തേക്കുട്ടൻ നന്നായിട്ട് പാടിയിട്ട്, ബ്യൂട്ടിഫുള്ളായിട്ട് പാടി. 2 പോയിന്റ്. ഒന്ന് അക്ഷരസ്ഫുടത കുറച്ചുകൂടെ, പിന്നെ ലാസ്റ്റിൽ വരൂ എന്ന് പറയുന്ന ആ പോയിന്റിൽ കുറച്ചുകൂടെ ആസ് യൂഷ്വൽ ഉള്ള കുറച്ച് നീട്ടം ആകായിരുന്നു. വൈകാലക്ഷ്മി നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. നീ ഒരു മിടുക്കിയാണ്, എനിക്ക് പണ്ടേ അറിയാം. അതായത് നീ ഒരു വലിയ ആളായല്ലോ. അത് കഴിയുമ്പോഴത്തേക്ക് അഭിനയത്തിലും അതുപോലെ തന്നെ പാട്ടിലും എല്ലാത്തിലും നീ മുൻനിരയിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നിന്റെ മനസ്സങ്ങനെ എല്ലാം നന്നായിരുന്നു. പാട്ട് മാത്രമല്ല, നമ്മുടെ ഓർക്കസ്ട്രേഷൻ അതുപോലെ തന്നെ എവറിതിങ് എല്ലാം കൂടെ വരുമ്പോഴാണല്ലോ അതിനൊരു ഫീല് കിട്ടുന്നത്, നമ്മുടെ മനസ്സിലോട്ട് കയറുന്നത്, മനസ്സിൽ കയറി. താങ്ക് യു. താങ്ക് യു സർ. ചേച്ചി തേജസ്, വൈഗ നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഇത്. തന്നെ എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. തേജസിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടത് വോയിസാണ്, അതിന് കൊടുത്തൊരു ഫീല്. പാട്ട് ഉടനീളെ മനോഹരമായിട്ട് പാടി. പിന്നെ അന്നത്തെ ആ ഒരു MG സാറിൻ്റെ റൗണ്ടിൽ ഒരു പാട്ട് പാടിയപ്പോൾ ഒരു ശ്വാസം കിട്ടാണ്ടുള്ള ഒരു സസ്റ്റെയിൻ ഉണ്ടായിരുന്നല്ലോ, അതുപോലെ ഇതിലും ഒരു ചെറിയൊരു സസ്റ്റെയിൻ അവിടെ മാത്രം ഒരു ചെറിയൊരു എത്താത്ത മാതിരി തോന്നി, ശ്വാസം തികയാത്ത പോലെ. അല്ലാതെ ബ്യൂട്ടിഫുൾ ആയിരുന്നു മോനെ പാട്ട്. സൂപ്പർബ് സിംഗിങ്. ഇത് തേജസ്സിന് നല്ലൊരു ഭാവി, പറഞ്ഞ മാതിരി ഈ വോയിസ് കൊണ്ടൊരു നല്ലൊരു ഭാവി എന്തായാലും ഉണ്ട്. അപ്പോൾ മുറുക്ക പിടിക്കുക, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യുടാ മോളെ. വൈഗ നന്നായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. പാറു, ഒരു കാര്യം പറയാൻ വിട്ടു. അത് പറഞ്ഞായിരുന്നോ? ഇല്ല, അത് പറയുമ്പോൾ അതിനകത്ത് വരും. ഇത് മൂവി ഗുരുവാണ്. മ്യൂസിക് കമ്പോസ് ചെയ്തത് ഇളയരാജ സാറാണ്. ലിറിക്സ് എഴുതിയത് S രമേശൻ നായർ സാറാണ്. പാടിയത് KG യേശുദാസ് സാറും രാധിക തിലക് മാമും. രാധിക തിലക് എൻ്റെ കൂടെ എത്രയോ ഒരു 10 വർഷമെങ്കിലും ഗാനമേളയ്ക്ക് പാടിയൊരു ആർട്ടിസ്റ്റാണ്. ഉഗ്രം സിംഗറാണ്. ഈ സിനിമയിലൊക്കെ പാടിയിട്ട് എന്തുകൊണ്ട് പിന്നെ മുമ്പോട്ട് വന്നില്ല എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഷീസ് എ ഫാന്റാസ്റ്റിക്. രാധിക മാമിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും കണ്ണ് പറയുന്നത് സുജാത മാമാണ്. അതെ, ചേച്ചിക്ക് എപ്പോഴും, അതായത് സ്വന്തം അനുജത്തി എന്നുള്ള ഒരു ഇതിലാണ് അത്
അത് നല്ല 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 ടോണാണ്. എന്ത് സുഖാന്നറിയാ കേൾക്കാൻ ആ ശബ്ദം. ആ മായാമഞ്ചലിൽ ഒന്നും വേണ്ട, അത് മതിയല്ലോ. ഇപ്പോഴൊക്കെ ഈ റിയാലിറ്റി ഷോയിലൊക്കെ വന്ന് ഇരിക്കേണ്ട ഒരു വ്യക്തിയാണ്. പിന്നെ തീർച്ചയായിട്ടും അത് പാവമായിരുന്നു. അതുപോലെ തന്നെ രാധികയുടെ അച്ഛൻ, ഒരു പാവം മനുഷ്യൻ, സംഗീതത്തെ അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് ഒരു അല്ല എല്ലാവരും ചിലരൊക്കെ അങ്ങ് പോവും. ഇപ്പൊ ഈ മരണം എന്നുള്ളത് ഒരു സെൻസ്ലെസ് ഗൂസാണ് സത്യം പറഞ്ഞാൽ. ഏത് സമയത്തെ കാണുന്ന ആളെ നാളെ കാണുന്നില്ല എന്നൊരു ഇതിലാണ് നമ്മൾ ജീവിക്കണം. അവിടെ ഉള്ള മൊമെന്റ്സ് സന്തോഷമായിട്ടിരിക്കുക, അതേ ഉള്ളൂ. നമുക്ക് കിട്ടുന്ന സമയം സന്തോഷപൂർണ്ണമാക്കുക കേട്ടോ. ഓക്കെ, ജൂനിയർ വേഴ്സസ് സീനിയർ റൗണ്ടിലെ മാർക്സ് കംപ്ലീറ്റ്ലി ഹിഡൻ ആണ്. അപ്പൊ എത്രയാണ് തേജസിന് കിട്ടിയെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഓക്കെ, ഷാനിക, ശരത് സാർ, MG സാർ, ചേച്ചി. ഓക്കെ, സൂപ്പർ. താങ്ക് യു തേജസ് ആൻഡ് താങ്ക് യു മുത്തേ.